വാളേത്ര ശശിയേട്ടാ ശശിയേട്ടാ എഴുതിക്കോ. മല്ലിപ്പൊടി 100, മുളക് പൊടി 50, പച്ചമുളക് 100, ഉള്ളി 1/4 കിലോ, 2 രാധാസും. എല്ലാം ഒപ്പിച്ചു വെച്ച് വന്ന് നിക്കണം. നിപ്പ് കണ്ടില്ലേ? മുഖത്തേക്ക് നോക്കടാ. നിന്റെ പടച്ചമ്പുരാനെ, എന്റെ ഇത്ത ഈ വർഷം ഇത് 3-ാം തവണയാ. നീ ഇത്ര വലിയൊരാണല്ലേ? നീ വേണ്ടേ നിന്റെ അമ്മയും ഇവിടെ താമസിക്കുന്ന 2 പെമ്പിള്ളേരെ നോക്കാൻ? പഴം ഞാൻ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞതാ. അതങ്ങനെ പറഞ്ഞാ കേക്കൂ? അതിന് പഴത്തിനൊന്നും പറ്റിയില്ലല്ലോ. ഡാ അടിച്ചീന്റെ തോല് വിളിക്കും ഞാൻ. ഫിലാഡൽഫിയ എന്ന് എന്റെ ജോർജച്ചായ വിളിക്കുമ്പോ ഞാൻ എന്നാ പറയും എന്റെ കർത്താവേ. നിന്നെ ഞാൻ വല്ല ബോർഡിങ്ങിനും കൊണ്ടാക്കും, നോക്കിക്കോ. ആദ്യം ആ സൈക്കിൾ എടുത്തങ്ങ് പൂട്ടി വെക്ക്. സൈക്കിളിന് വരുന്ന ലോകത്തെ ആദ്യത്തെ ആളൊന്നുമല്ലല്ലോ ഞാൻ. ഇവനെ ഇന്ന് ഞാൻ വേണ്ട മറിയ വീട്. ഇവൻ ജനിച്ച അന്ന് മുതൽ എന്റെ നെഞ്ചി തീയ. നിനക്കിനി സ്കൂളും ഇല്ല, ടിവി ഇല്ല, കമ്പ്യൂട്ടറും ഇല്ല, ഒന്നുമില്ല. അറ്റൻഷൻ പ്ലീസ്. ഇനി എന്തെങ്കിലും കഴിക്ക്. ആ കൊച്ചിന് ഇത്തിരി വിശ്രമം കിട്ടട്ടെ. ഇല്ലടാ, നീയൊക്കെ കൂടെ അവനെ കൊഞ്ചിച്ച് ഈ കോലത്തിലാക്കിയത്. പേയിങ് ഗസ്റ്റ് ആയിട്ട് ഈ പെമ്പിള്ളേരെ കിട്ടിയതുകൊണ്ട് മറയ്ക്ക് വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇത് മോളുണ്ടാക്കിയതാ. പിന്നെ ഇവക്ക് ചായ തിളപ്പിക്കാൻ പോലും അറിയില്ല. ഓ, ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട്. ചായ ആ ഇങ്ങോട്ട് കേറിയെന്ന് വെച്ചേ നിന്റെ സൗന്ദര്യം ഒന്നും കൂടി പോകത്തില്ല. പറയാൻ പറ്റില്ല, ചിലപ്പോ കൂടിപ്പോയാലോ. ഇരിക്കും മോനെ. വേണ്ട, ചായയില് കലോറി കൂടുതലാ. ഓ കുറച്ചുകൂടെ മിക്സ് ഇത് മാറ്റ്. മറിയാൻഡി വിട്ടേക്ക്. ദാ ഈ വർഷത്തെ കോട്ട കഴിഞ്ഞ് ഇനി അടുത്ത വർഷേ ചാൻസ് ഉള്ളൂ. മംഗളമേ ജന്മം മംഗളം. ബാബേ, ഇതാണ് നമ്മുടെ മൂപ്പൻ. വാ, വണ്ടിയിൽ കുറച്ച് കാച്ചിരിപ്പുണ്ട്, എടുത്തു വെക്കും. നിന്റെ മോന്തട കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നത്. ചത്തുപോയതിന്റെ അപ്പം തിരിച്ചു വന്നാ നീ മൂപ്പന് കഴിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തു വെക്ക്. ഹാപ്പി ആണല്ലോ അല്ലേ ബാബേ? എന്താടാ കണ്ണറിഞ്ഞിരിക്കുന്നത്? ഉള്ളി അരിഞ്ഞ ഏത് മനുഷ്യന്റെയും കണ്ണരിയും. എടാ, ഒരു കഷ്ണം ഉള്ളി എടുത്ത് ചെവിയിൽ വെച്ചിട്ട് അരി കണ്ണരിയൂല. അപ്പൊ പിന്നെ ഇതെന്തുട്ടാ? എന്താണ് പ്രശ്നം? എത്ര ദിവസമായി സാറ് പോയിട്ട്? മിനിഞ്ഞാന്ന് സാറ് വരുമെന്ന് കരുതിയാൽ പുളിയിലിട്ട ചുട്ടമീൻ, ഇന്നലെ നാടൻ കോഴിക്കറി എല്ലാം ഉണ്ടാക്കി വെച്ചു. എന്നിട്ടെന്താ, ഞാൻ തന്നെ നിന്ന് തീർത്തു. വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ട്. ഒന്ന് വിളിക്കാനായിട്ട് സാറിന് ഒരു മൊബൈൽ ഫോൺ എങ്കിലും മേടിച്ചൂടെ? എടാ, ഞാൻ മിനിഞ്ഞാന്ന് വരേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മൂപ്പന്റെ കാര്യം. പുള്ളിക്ക് ചില കാടൻ പൊടിക്കൈകളൊക്കെ അറിയാട്ടോ. ഒറ്റ പ്രാവശ്യം കാണിച്ചെന്നാ മതി, ഞാൻ ഉണ്ടാക്കി തരാം. വിദ്യാലയം പൊളിച്ചു. സൂപ്പർ. വിനായകർ കറക്റ്റാ. ഒട്ടും മുമ്പോട്ടും അല്ല പുറകോട്ടും അല്ല. നീ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഉപ്പിട്ടതല്ലേ? അതൊക്കെ എന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പറഞ്ഞു തരില്ല സാറേ. ആഹാ, എന്റെ കൊണ്ട് ചില സീക്രട്ട്. നല്ല കാടൻ വാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അടിക്കാൻ വേണ്ടിയാണ്. വാ, തരാട്ടാ. അല്ല സാറ് പറഞ്ഞ ശരിയാ, തിളപ്പിച്ചതിന് ശേഷം ഉപ്പിട്ടത്. അയ്യോ, ഈ പയ്യനച്ചൻ ഗൾഫിലാ. ടെൻഷൻ ഉണ്ടോ? ഉണ്ടോ? ഏയ് മായാകൃഷ്ണൻ വിളിച്ചിട്ടേ. ഓൾ ദി ബെസ്റ്റ്. പോയിട്ടോ. സാറേ, നമ്മുടെ ശിഷ്യ. ഓ ചേച്ചി, കാല് കുത്തണമെന്ന് തോന്നും, പക്ഷെ കുത്തരുത്. ആരാടോ തന്റെ ചേച്ചി? മാറി നിൽക്കണോ കളവാ? എടോ, ആ കമ്പി എടുത്ത് കുത്തി വെച്ചിട്ട് പോയാ മതി. സാർ ഒരു ചാൻസ് കൂടി പ്ലീസ്. ചാൻസോ? അതൊക്കെ ഇനി അടുത്ത പ്രാവശ്യം. ഇപ്പൊ വിട്ടോ സാറേ, ഒന്ന് പുടപ്പു.
ബാഗ് ആറ്റിങ്ങലാണോ വീട്? അതെ. ഓ അതെയോ? എവിടെയോ കണ്ടു മറന്ന മാതിരിയുണ്ട്. ഐ എം മനു. സാർ കാപ്പി കാപ്പി കോഫി? നോ താങ്ക്സ്. നോ താങ്ക്സ്. ആറ്റിങ്ങൽ HDFC ഉണ്ടായിരുന്ന ഒരു ഭാസ്കരൻ നായരുണ്ട്, അറിയാമോ? എന്റെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ഭാസ്കരൻ നായരാണോ? അതെ, ഭാസ്കരന്റെ മോളെ പോലെ തന്നെ ഉണ്ട്. അച്ഛനെ അറിയോ? ഞാൻ ഭാസ്കരൻ നായരുടെ മോളാ, പൂജ. പൂജ നായർ. പിന്നെ ഐ ടോൾഡ് യു വി വർ ഇൻ ബാംഗ്ലൂർ ടുഗദർ, വെരി ക്ലോസ് ഫ്രണ്ട്സ്. അതെയോ? അച്ഛാ, എന്താ മോളെ? അച്ഛന്റെ ഫ്രണ്ടാണത്രേ മനു. പിന്നെ എനിക്കറിയില്ലേ മനുവിനെ? വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ മനു? ഹലോ. എടി ഓമനെ, നിനക്കറിയില്ലേ മനുവിനെ? മനുവല്ലേ? ഇടാ സതീശേ, മനുവിനെ നീ അറിയില്ലേ? പിന്നെ എനിക്കറിയില്ല മനുവിനെ. മനു ഭയങ്കര ചൂട്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. വീട്ടിലേക്കായിരിക്കും. എന്താണ് കോയ? ഒന്നുമില്ല കോയ. ഇതാണോ പൊടിച്ചായ? 10-20 വർഷമല്ലേ പണി തുടങ്ങിയിട്ട്. എന്ത് ചായ കണ്ണൻ ദേവനാണെന്ന് തോന്നുന്നു. കോമഡിയാ? ഈ വർഷത്തെ ലാസ്റ്റ് കോമഡിയാണേ. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞല്ലേ സാറേ? 44 കൊല്ലം ജീവിച്ചു എന്ന് പറയാം. 44 കൊല്ലം മരിച്ചു എന്നും പറയാടോ. മൂത്ത മോള് +2 കഴിഞ്ഞേ. അപ്പോ കെട്ടിച്ചൂടാറായി. നേരത്തെ കെട്ടിയതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോ മോൾ അങ്ങോട്ട് കെട്ടിച്ചു വിടാം. അല്ല, സാർ എന്താണ് കല്യാണം കഴിക്കാത്തത്? അല്ല, താൻ എന്തിനാ കല്യാണം കഴിച്ചേ? ഹാപ്പി ന്യൂ ഇയർ. പിള്ളേര് ന്യൂ ഇയർ മണി തുടങ്ങി. ഇത്തവണ ബിവറേജ് കോർപ്പറേഷൻ റെക്കോർഡ് തിരുത്തും. എന്താണ് കോയ ന്യൂ ഇയറിന്റെ പരിപാടികൾ? എന്ത് പരിപാടി? ബീവിയുടെ ബിരിയാണി. ദമ്മ? എന്ത് പഴയ ദമ്മൊന്നുമില്ല. മുജീബേ, ഒരു ഊളച്ചായതാ. അങ്ങനെ ഓരോരുത്തരുടെ പേര് ചായ ഒന്നും ഉണ്ടാവൂല. സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന ചായ ഉണ്ട്. ഞാൻ പോട്ടെ സാറേ. കോയ ഒന്ന് നോക്ക്. അതാ മൂപ്പനെ അന്വേഷിച്ചായിരിക്കും. അല്ല, ആ പേപ്പേഴ്സ് മൂവ് ചെയ്യണ്ടേ? അത് കുറച്ച് ദിവസം കഴിയട്ടെ. അയാളെ കൊണ്ട് വേറെ കുറച്ച് പണിയുണ്ട്. കുഴപ്പാവോ സാറേ? ഒന്നുമില്ലടോ, താൻ പേടിക്കാണ്ടിരിക്കും. സാറേ, അപ്പൊ എന്താ ന്യൂ ഇയർ പരിപാടി? എല്ലാ ലോക മലയാളികളെയും പോലെ ഞാനും വെള്ളം അടിച്ച് വെള്ളമടി നിർത്തുന്നു. അത് തന്നെ പരിപാടി. ഹാപ്പി ന്യൂ ഇയർ.